നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് CAA നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ വെട്ടിത്തുറന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായോട് പറഞ്ഞപ്പോൾ BJPക്കുള്ളിൽ തന്നെ വലിയ അത്ഭുതമായിരുന്നു. ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ അഗ്രസീവായി സംസാരിക്കുന്ന, BJPക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഒരു മടിയും കാണിക്കാത്ത സാക്ഷാൽ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണോ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന് പലരും ചോദിച്ചു. ഇതിന് കൃത്യമായി ഒരു ഉത്തരം അദ്ദേഹം പറഞ്ഞു. അസാമിലെ സ്ഥിതിഗതികൾ BJPക്ക് പ്രതികൂലമായി തുടങ്ങിയിരിക്കുന്നു. തൽക്കാലം ലോക്സഭയുടെ കണക്ക് നോക്കിയാൽ BJPക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായ കുറവ് വന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിന് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ കുത്തനെ കൂടിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ധുബ്രി മണ്ഡലത്തിലെ 10 ലക്ഷത്തിലധികം വോട്ടിന് അവിടെ റക്കിബുൾ ഹുസൈൻ വിജയിച്ചതും ജോർഹാത്തിൽ വീണ്ടും അവിടെ ഗൗരവ് ഗൊഗോയുടെ വിന്നുന്ന പ്രകടനവും എല്ലാം വിലയിരുത്തുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഹിമന്ത ബിശ്വാസിന്. അതായത് ഇനി ഭരണം നിലനിർത്തുക അസാധ്യമാണ്. 2016 സർബാനന്ദ സോനോവാളിൻ്റെ നേതൃത്വത്തിൽ അസാമിൽ BJP ഭരണം സഖ്യകക്ഷിയായ AGPയുടെ സഹായത്തോടെ, അസാം ഗണപരിഷത്തിൻ്റെ കൂടി സഹായത്തോടെ അവിടെ നടപ്പിലാക്കിയത്. എന്നാൽ അതിനുശേഷം ഹിമന്ത ബിശ്വ ശർമ്മ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു വർഗീയ വേർതിരിവ് അവിടെ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ കൃത്യമായി ഒരു ട്രബിൾ ഷൂട്ടറായി BJPക്കുള്ളിൽ ഉയർന്നു എന്ന് പല കോണിൽ നിന്നും സംസാരം വന്നു. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യം തകരാനുണ്ടാകുന്ന കാരണം, അതായത് അതിനകത്തു നിന്നും MLAമാരെ വലിച്ചു തള്ളിയിടുന്ന, കൃത്യമായും കുതിരക്കച്ചവടം നടത്തുന്നതിൽ എല്ലാം വിജയിച്ചു എന്ന് ആഹ്ലാദിക്കുന്ന തരത്തിലേക്ക് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നത് BJP വളരെയധികം ആഹ്ലാദത്തോടെ ഇപ്പോഴും കണ്ട് രസിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം ഹിമന്ത ബിശ്വാസിന് അടികിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. രാഹുൽ ഗാന്ധി 2ാം ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്ന് തുടങ്ങി അസാമിലേക്ക് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ റാലിയെ തടയാനും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനും നിർണായകമായ പല നീക്കങ്ങളും നടത്തണം എന്ന് പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ഹിമന്ത ബിശ്വാസ്. പക്ഷെ അതൊന്നും നടന്നില്ല. രാഹുലിനെ തിരഞ്ഞു പിടിച്ച് ഞാൻ അറസ്റ്റ് ചെയ്യിച്ചിരിക്കും എന്ന് പറഞ്ഞ ഹിമന്തിന് പക്ഷേ അതൊക്കെ വെറും ഗീർവാണം വിടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കൂടുതൽ ശക്തിമാനായി രാഹുൽ ഗാന്ധി പിന്നീട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി മാറിയതും ഇതേ ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ചതാണ്. ഇപ്പോഴത്തെ ആസാമിൻ്റെ രാഷ്ട്രീയത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് മനസ്സിലായിരിക്കുന്നു വളരെയധികം മുന്നോട്ട് തന്നെയാണ് ഗൗരവ് ഗൊഗോയുടെ പ്രകടനം എല്ലാം തന്നെ. അസാമിൽ ഏറ്റവും അനുയോജ്യനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന സർവേ ഇതിനോടകം തന്നെ സ്വകാര്യ മാധ്യമങ്ങൾ നടത്തിയപ്പോൾ അതിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് 61% പേർ പറയുന്നു ഗൗരവ് ഗൊഗോയാണ് അതിന് ആപ്റ്റായിട്ടുള്ള പൊളിറ്റീഷ്യൻ എന്ന്. നമുക്കറിയാം, അന്തരിച്ച കോൺഗ്രസ് നേതാവും 3 വട്ടം അസാമിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്ന തരുൺ ഗൊഗോയുടെ പുത്രനാണ് ഗൗരവ് ഗൊഗോയ്. രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിന് അസാം ജനതയോട് ഉള്ള വൈകാരിക ബന്ധം എത്രമാത്രമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. ഇനിയൊരു വേർതിരിവും വർഗീയതയും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത്, ഏറ്റവും കനത്ത നഷ്ടം BJPക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു സംസ്ഥാനം കൂടിയായിരിക്കും അസാം. അതിനകത്ത് ഒരു സംശയവും വേണ്ട എന്ന് അമിത്ഷായോട് പറഞ്ഞിരിക്കുന്നു.